ഭക്തിനിർഭരമായ കാത്തിരിപ്പിന് വിരാമം. ചരിത്രപ്രസിദ്ധമായ അരൂർ വട്ടകേരിൽ ശ്രീ ഖണ്ഡാകർണ ക്ഷേത്രത്തിൽ തിരുവോത്സവത്തിന് ഗന്ധർവസ്വാമിക്ക് പള്ളിക്കാപ്പ് ചാർത്തലോടുകൂടി ആരംഭം കുറിക്കുന്നു. 1201 ആണ്ടിലെ ഈ പുണ്യ മഹോത്സവം 2026 മാർച്ച് 4 മുതൽ 8 വരെ നടക്കുന്നു. 5 നാളുകൾ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ: ഗന്ധർവക്കളം, സർപ്പക്കളം, മഹാദീപാരാധന, മറിവിളക്കെഴുന്നള്ളിപ്പ്, പ്രൗഢഗംഭീരമായ 27ഓളം ഗരുഡ വാഹനം എഴുന്നള്ളിപ്പ്, വർണ്ണാഭമായ താലപ്പൊലി, അങ്ങനെ വിശേഷപ്പെട്ട ചടങ്ങുകളാൽ അരൂർ ഭക്തിസാന്ദ്രമാകും. കൂടാതെ മാർച്ച് 15-ന് ഐശ്വര്യദായകമായ 7ാം പൂജയും വട്ടകേരിൽ ശ്രീ ഖണ്ഡാകർണ സ്വാമിയുടെയും ശ്രീ ഭദ്രകാളി അമ്മയുടെയും അനുഗ്രഹം തേടി നമുക്കൊന്നിക്കാം. ഭക്തിയും കലയും ഒത്തുചേരുന്ന ഈ മഹാമഹത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഔസേപ്പിതാവിന്റെ തിരുനാൾ മാർച്ച് 6 മുതൽ 8 വരെ നടത്തപ്പെടും. വെള്ളാരപ്പള്ളി പള്ളിയിൽ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ യൗസേപ്പിതാവിന്റെ പ്രസിദ്ധമായ മധ്യസ്ഥ തിരുനാളും നേർച്ച സദ്യയും 2026 മാർച്ച് 6, 7, 8 തീയതികൾ നടത്തപ്പെടും. വെള്ളാരപ്പള്ളി സെയിന്റ് ജോസഫ് പള്ളിയിൽ ഇടവക മധ്യസ്ഥനും തൊഴിലാളി മധ്യസ്ഥനും അത്ഭുത പ്രവർത്തകനുമായ വിശുദ്ധ യൗസേപ്പിതാവിന്റെ പ്രസിദ്ധമായ മധ്യസ്ഥ തിരുനാളോടനുബന്ധിച്ച് ആയിരക്കണക്കിന് തീർത്ഥാടകർ പങ്കെടുക്കുന്ന നേർച്ച സദ്യയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നോമ്പുകാല നിറവിൽ കൊണ്ടാടുന്ന തിരുനാളിന് ഒരുക്കമായ നവനാൾ നൊവേന ഫെബ്രുവരി 26-ാം തീയതി വ്യാഴാഴ്ച മുതൽ ആരംഭിച്ചു. ദൈവജനത്തിന്റെ ആത്മനിവൃത്തിക്കായി 9 നൊവേന ദിവസങ്ങളിലും പ്രത്യേക നിയോഗങ്ങളോടെയാണ് തിരുനാൾ സന്ദേശങ്ങൾ. തിരുനാൾ ദിനങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ദേവാലയവും പരിസരവും ദീപാലങ്കാരത്താൽ മനോഹരമാകും. നൊവേന ദിനങ്ങളിൽ വൈകിട്ട് 6 മണിക്ക് നൊവേന തിരുക്കർമ്മങ്ങൾ നടത്തപ്പെടും. ധാരാളം വിശ്വാസികൾ പ്രാർത്ഥനാ നിയോഗങ്ങളുമായി നൊവേനയിൽ പങ്കെടുക്കും. വെള്ളാരപ്പള്ളിയിലെ വിശുദ്ധ ഔസേപ്പിതാവിന്റെ തിരുനാൾ നമുക്ക് അറിയാവുന്നതുപോലെ കണ്ണമാലി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ വരുന്ന ഒരു ദേവാലയമാണ് ഈ വെള്ളാരപ്പള്ളി സെൻറ്റ് ജോസഫ് ദേവാലയം. 10,000-ൽ പരം ആളുകൾക്ക് ഭക്ഷണം നൽകിക്കൊണ്ട് കൂട്ടുനേർച്ചയാണ് ഇവിടെ പ്രധാനമായും നടത്തപ്പെടുന്ന ചടങ്ങ്. വെള്ളിയാഴ്ച തിരുനാളിൻ്റെ കൊടിയെ കയറി കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഒരു ആഘോഷത്തിൻ്റെ ദിനങ്ങളാണ്. തിരുനാൾ കൊടിയേറ്റിന് ശേഷം നേർച്ച പായസം വെഞ്ചരിച്ച് ആളുകൾക്ക് വിതരണം ചെയ്യുന്ന ചടങ്ങ് കൂടിയാണ് വൈകിട്ടുള്ളൂ. അതിനുശേഷം ശനിയാഴ്ച വൈകിട്ട് കുർബാനയ്ക്ക് ശേഷം 4 അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണം, 4 ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള വലിയ മഹത്തായ ഒരു പ്രദക്ഷിണമാണ്. അതിനുശേഷം പള്ളി കോമ്പൗണ്ടിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള വിശാലമായ തിരുനാളിന്റെ 1ാം ദിനമായ മാർച്ച് 6-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് ദിവ്യകാരുണ ആരാധനയെ തുടർന്ന് 5:45-ന് തിരുനാൾ കൊടിയേറ്റ് കർമ്മം, വിശുദ്ധ കുർബാന, നൊവേന, സന്ദേശം, ലത്തീൻ എന്നിവയ്ക്കും തുടർന്ന് തീർത്ഥാടകർക്കായി തയ്യാറാക്കിയിരിക്കുന്ന നേർച്ച പായസം നിറച്ച ടിന്നുകളുടെ വെഞ്ചരിപ്പ് കർമ്മവും ഇടവക വികാരി റവറന്റ് ഫാദർ വർഗീസ് പുന്നക്കൽ നിർവഹിക്കും. തിരുനാളിന്റെ 2ാം ദിനമായ മാർച്ച് 7-ാം തീയതി ശനിയാഴ്ച രാവിലെ 6 മണിക്ക് വിശുദ്ധ കുർബാന, വൈകിട്ട് 4 മണിക്ക് പ്രസിദ്ധേന്തി വാഴ്ച, തിരുസ്വരൂപങ്ങൾ വാഴ്ത്തൽ എന്നിവയെ തുടർന്ന് ആഘോഷ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് പ്രസന്നപുരം ഹോളി ഫാമിലി പള്ളി വികാരി റവറന്റ് ഫാദർ റിജു വെളിയിൽ കാർമ്മികത്വം വഹിക്കും. ആലുവ സെയിന്റ് ആന്റണീസ് ആശ്രമം സുപ്പീരിയർ റവറന്റ് ഫാദർ സജി തെക്കേ കൈതക്കാട്ട് സന്ദേശം നൽകും. തുടർന്ന് വിശുദ്ധ യൗസേപ്പിതാവിന്റെയും വിശുദ്ധ മാതാവിന്റെയും ദിവ്യ ഉണ്ണിയേശുവുടെയും അത്ഭുത തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ട് 3 അങ്ങാടികളിലേക്ക് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന ആബാലവൃന്ദം വിശ്വാസികൾ പൊൻവെള്ളി കുരിശുകളും മുത്തുകുടുകളും കൈയിലേന്തി പ്രാർത്ഥനാ മന്ത്രങ്ങളുമായി പ്രദക്ഷിണത്തിൽ അണിചേരും. രാത്രി 8 മണിക്ക് തന്നെ പ്രദക്ഷിണം പള്ളിയിൽ തിരികെ പ്രവേശിക്കുമ്പോൾ വർണ്ണ വിസ്മയ കാഴ്ച ഒരുക്കിയിട്ടുണ്ട്. മാർച്ച് 9-ാം തീയതി ഞായറാഴ്ച പ്രധാന തിരുനാൾ ദിവസത്തേക്ക് തീർത്ഥാടകർക്കായി ഒരുക്കുന്ന നേർച്ച സദ്യയും ഒരുക്കങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. ഒരുക്കങ്ങൾക്ക് മതഭേദങ്ങളില്ലാതെ ഇടവക ജനത്തോടൊപ്പം ഇടവകയുടെ പരിധിയിൽ നിന്നും മറ്റു ഭാഗങ്ങളിൽ നിന്നും ധാരാളം വിശ്വാസികൾ പങ്കാളികളാകുന്നു. സദ്യയുടെ ഒരുക്കത്തിന് ആവശ്യമായ പലചരക്ക്, പച്ചക്കറികൾ, മറ്റ് ആവശ്യ വസ്തുക്കൾ എന്നിവ ഇടവക ജനങ്ങളും മറ്റ് അത്ഭുതേകാംക്ഷികളും സൗജന്യമായി നൽകും. ഞായറാഴ്ച നേരം പുലരുമ്പോഴേക്കും സദ്യവട്ടങ്ങളുടെ ഒരുക്കങ്ങൾ പൂർത്തിയാകും. സദ്യ പാചക മുകുന്ദൻ പുതിയടത്തിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് നടത്തപ്പെടുന്നത്. പ്രധാന തിരുനാൾ ദിനമായ മാർച്ച് 8-ാം തീയതി ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഇടവക വികാരി വിശുദ്ധ കുർബാന അർപ്പിക്കും. തുടർന്ന് 9:30-ക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ശേഷം എറണാകുളം അങ്കമാലി അതിരൂപത പ്രൊക്രേറ്റർ റവറന്റ് ഫാദർ തോമസ് വൈക്കത്തുപറമ്പിൽ കാർമ്മികത്വം വഹിക്കും. എറണാകുളം അതിരൂപത മൈനർ സെമിനാരി റെക്ടർ റവറന്റ് ഡോക്ടർ മാർട്ടിൻ കല്ലുങ്കൽ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് പ്രസിദ്ധമായ നേർച്ച സദ്യയും ഉണ്ടാകും.
തിരുനാളിന്റെ വിജയകരമായ നടത്തിപ്പിനെപ്പറ്റി ആലോചിക്കുന്നതിനായി ആലുവ MLA അൻവർ സാദത്തിന്റെ അധ്യക്ഷതയിൽ പള്ളി പാരിഷ് ഹാളിൽ വിവിധ സർക്കാർ വകുപ്പ് മേധാവികൾ, പോലീസ്, ജനപ്രതിനിധികൾ, തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുടെ സംയുക്ത തിരുനാൾ അവലോകന യോഗം കാര്യങ്ങൾ വിലയിരുത്തുകയും ബന്ധപ്പെട്ടവരുടെ സഹകരണം ഉണ്ടാകണമെന്നും അഭ്യർത്ഥിക്കുകയും ചെയ്തു. തുടർന്ന് യോഗത്തിൽ പള്ളി വികാരി ഫാദർ വർഗീസ് പുന്നയ്ക്കൽ, ജനറൽ കൺവീനർ TO ജോൺസൺ തേനായൻ, സെക്രട്ടറി ടോണി ആന്റണി, ട്രഷറർ സാബു കൂട്ടുങ്ങൽ, പബ്ലിസിറ്റി കൺവീനർ ബിനീഷ് ആന്റണി, വൈസ് ചെയർമാൻ TS ജോയ് തുമ്പാലൻ, കൈകാരന്മാരായ KP സാബു കൂട്ടുങ്ങൽ, VT തോമസ് വാരിപുരം എന്നിവർ നേതൃത്വം നൽകും. ഓരോ വർഷവും നമുക്കെല്ലാവർക്കും അറിയാം, അതിഗംഭീരമായിട്ടാണ് നമ്മൾ നടത്താറ്. എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം അവർ നിർവഹിച്ചു. തിരുനാൾ കമ്മിറ്റി ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു. അങ്ങനെ പത്രമാധ്യമ സുഹൃത്തുക്കൾ അതിനുള്ള പരസ്യവും അല്ലെങ്കിൽ അതിനുള്ള ജനങ്ങളിലേക്ക് നമ്മുടെ തീരുമാനം എത്തിക്കാൻ അതും സഹകരിച്ചു. അങ്ങനെ എല്ലാവരും ഒരുമിച്ചു എന്നാണ് നമ്മൾ ഈ പരിപാടി. അതിനൊക്കെ നമ്മുടെ പ്രിയങ്കരായ വികാരിയച്ഛനാണ് ഇതിനൊക്കെ നേതൃത്വം. ആ വികാരിയച്ഛൻ്റെ പുറകിൽ അണിനിരുന്നിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഓരോ തിരുനാളും നമ്മൾ നടത്തുന്നത്. നമ്മുടെ പ്രിയങ്കരായ വികാരിയച്ഛൻ ആദ്യത്തെ തിരുനാളാണ്, ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അദ്ദേഹം ഇപ്പോൾ ഈ ഇടയ്ക്കാണ് നമുക്കിവിടെ ചാർജിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ തിരുനാളാവുമ്പോൾ അദ്ദേഹത്തിനൊപ്പം തന്നെ നമുക്ക് ചേർന്ന് പ്രവർത്തിക്കാം. ന്യൂസ് ബ്യൂറോ, കാലടി.